മനുജയ്ക്ക് വർക്ക് പ്രഷർ ഉണ്ടാവാറുണ്ടോ? പിന്നെന്താ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ ജോലിക്ക് വരണം എന്നതിനേക്കാൾ എന്നെ അലട്ടിയിരുന്നത് ഈ തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ. തിരുവനന്തപുരത്തെ ഈ റോഡുകളെല്ലാം ഈ ട്രാഫിക് സിഗ്നലും വെട്ടിമുറിച്ച എല്ലാം വലിയ വിഷയമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മൾ പല രീതിയിൽ മൂർച്ഛിച്ച ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കടന്നെത്തുക എന്നുള്ളൊരു വലിയ വെല്ലുവിളി കൂടി ഉണ്ടായിരുന്നു. ഈ തലവേദനയ്ക്ക് മുൻപ് തന്നെ ഈ ഒരു വലിയ വെല്ലുവിളി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നൊരു ടെൻഷൻ കൂടിയായിരുന്നു. തലേ ദിവസം കിടക്കുമ്പോഴേ ഇതിനെക്കുറിച്ച് ആലോചിക്കും, ഇതൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ ഓഫീസ് എത്തും, കൃത്യസമയത്ത് എത്തും. 1 മണിക്കൂർ മുമ്പേക്ക് എനിക്ക് കൃത്യമായി പറഞ്ഞാൽ 20 മിനിറ്റ് മതി വീട്ടിൽ നിന്ന് ഓഫീസിലെത്തും. പക്ഷേ എനിക്ക് പലപ്പോഴും 45 മിനിറ്റ് വരെ സമയം എടുക്കാറുണ്ട് ഈ അവസ്ഥ കാരണം. അപ്പോൾ ഈ പ്രശ്നം രൂക്ഷമായിരുന്നു. റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു. അത് അതേ വഴിയാണ്. സ്മാർട്ട് റോഡിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന് ഇതുവഴി വരുന്നെങ്കിൽ നാളെ അതുവഴി പോകണം, അല്ലെങ്കിൽ ഇന്ന് തിരിച്ചു വിടുന്നു. ട്രാഫിക് ഒക്കെ ആകെ താളം തെറ്റി നിൽക്കുന്നു. ഇതിനിടയിൽ അപകടങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കേക്കോട്ടയിലൊക്കെ നിത്യം അപകടങ്ങളാണ്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ അതിന് പരിഹാരം എന്നോണം കഴിഞ്ഞ ദിവസം സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം എത്തിച്ചു. സന്തോഷമായി, പ്രശ്നങ്ങളൊക്കെ തീർന്നു വിചാരിക്കും. പക്ഷെ അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ ക്രെഡിറ്റിന് വേണ്ടി തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതായത് സർക്കാർ ഇപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് 80 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിനായി ചെലവഴിച്ചത്. 200 കോടിയുടെ പ്രോജക്റ്റിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് 80 കോടി രൂപ, അങ്ങനെ 160 കോടി, ബാക്കി 40 കോടി കോർപ്പറേഷനാണ്. പക്ഷേ ഇവിടെ പ്രശ്നം നമ്മൾ സ്ഥിരമുള്ളതുപോലെ തന്നെയാണ്. മുഹമ്മദ് റിയാസ് ഒരു വ്യത്യാസമുണ്ട്. സാധാരണ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ അതെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ സർക്കാരിൽ നിന്ന് എന്നെ പടവെട്ടി റിയാസിന്റെ മുഖം എല്ലായിടത്തും വരുന്നു. പിണറായിക്കൊപ്പം റിയാസ് വീണ്ടും വരുന്നു. റിയാസിന്റെ മരുമോൻ സ്നേഹം, അമ്മാവൻ സ്നേഹം, ഞാനും എന്റെ അമ്മാവനും മാത്രം എന്ന രീതിയിൽ ആ രീതിയിൽ വരുന്നു. അത് പക്ഷെ പാർട്ടിയിലുള്ളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇടതുപക്ഷ പാർട്ടിയിൽ നിന്നായതുകൊണ്ട് മാത്രം ഇത്രയിൽ ഒതുങ്ങി. അങ്ങനെ വലിയ രീതിയിൽ പ്രശ്നമുണ്ട്. എം പി രാജേഷ് നേരെ വന്നിട്ട് മുഖ്യമന്ത്രിയുടെ പരാതി പറയുന്നു. മുഖ്യമന്ത്രി അതിൽ നിന്ന് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ജലദോഷമാണെന്ന് പറഞ്ഞ് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് ഒഴിവാകുന്നു. അതിപ്പോൾ വാർത്തകളിൽ നിറയുന്നത് തോന്നുന്നു. സത്യത്തിൽ ഈ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ, എം പി രാജേഷ് ഒക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സാണ്. അവരൊക്കെ SFI DYFI ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന് വളരെ പതുക്കെ മാത്രം മന്ത്രിയായി നിന്ന് ഒരുപാട് മെഴുകി വന്ന ആൾക്കാരാണ്. വ്യക്തിപരമായി CPM-നോട് യാതൊരുവിധ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പാർട്ടിയോട് പണ്ടുണ്ടായിരുന്നു. SFI DYFI കാര്യമൊക്കെയാണ്. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, സ്വന്തം ആൾക്കാരെ ചേർത്ത് നിർത്തുന്ന മുഖ്യമന്ത്രി, അതായത് സ്വജനപക്ഷപാതം എന്നൊക്കെ കുറച്ച് കടികെട്ടിയ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും. മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രിയായി വരുന്നത് ഉൾപ്പെടെ, CPM-ൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്പേസ് ഉൾപ്പെടെ, ഫ്ലെക്സുകളിൽ മുഹമ്മദ് റിയാസ് മാത്രമാവുന്ന ഇടങ്ങളിലൊക്കെ തന്നെ പിണറായിസം അതിൻ്റെ 2.0 വേർഷനിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തി മുഹമ്മദ് റിയാസ് ആണെന്ന് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായി. മകളെ വിവാഹം കഴിപ്പിച്ചു. ഞാൻ ഈ വിവാഹത്തെക്കുറിച്ച്, അവരുടെ സെക്കൻഡ് മാരേജിനെ കുറിച്ചൊക്കെ ഒരുപാട് പേർ കളിയാക്കുന്നുണ്ട്. അതിലൊന്നും നമ്മളതിനകത്ത് പേഴ്സണൽ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ സ്വന്തം മകളെ, മരുമകനെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. 5 പൈസ ചെലവാക്കിയിട്ടില്ല. ഇവിടെ ആര്യ രാജേന്ദ്രന്റെ കാര്യമൊക്കെ എടുത്തു പറയുന്നത്. ആര്യ രാജേന്ദ്രൻ, ഞാൻ തിരുവനന്തപുരംകാരിയല്ല, പക്ഷെ കഴിഞ്ഞ 2 വർഷമായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്. എനിക്ക് തിരുവനന്തപുരം വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വളരെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയുള്ള ഒരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും തലസ്ഥാന നഗരിയായിട്ടും കൊച്ചിയെ പോലെ ഒരു ഇടുക്കം ഇല്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് സെറ്റിൽ ആവണമെന്ന് എൻ്റെ ഭയങ്കര ഡ്രീമാണ്. അപ്പം ഞാൻ ഈ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഇവിടുത്തെ റോഡുകളുടെ നിലവാരം അമ്പേ ദുരന്തമായിരുന്നു. കുറച്ച് വർഷമായാലും ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ശാസ്ത്രമംഗല ഏരിയയിലൊക്കെ സ്മാർട്ട് റോഡുകൾ വന്നു. സ്മാർട്ട് സിറ്റിക്ക് അല്ലെങ്കിൽ സ്മാർട്ടായ വികസനത്തിന് സ്മാർട്ട് റോഡുകൾ വേണ്ടതാണ് ഏറ്റവും മികച്ചത്. പക്ഷേ ഈ റോഡുകളുടെ പരിമിതി, പാർക്കിംഗ് സ്പേസുകൾ വളരെ കുറവാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മുഹമ്മദ് റിയാസിന് യാതൊരു തരത്തിലും ബാധ്യതയില്ലാതൊരു സ്ഥലത്ത് ഇയാളുടെ പടം മാത്രം ഫ്ലെക്സിൽ വെക്കാൻ നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സിൽ പടം വരുന്നതൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 80 കോടിയോളം രൂപ ചെലവാക്കി, മേയർ ആര്യ രാജേന്ദ്രന്റെ കോർപ്പറേഷൻ 40 കോടി ചെലവാക്കി, ഒരിടത്ത് പോലും ഇവരുടെ ഫ്ലെക്സുകൾ വെക്കുന്നത് തന്നെ പബ്ലിസിറ്റിയുടെ ഭാഗമാണ്. ഇവരുടെ ഇല്ല എന്ന് പറയുമ്പോൾ അതെന്തൊരു മോശമാണ്, എന്തൊരു ജാള്യത വേണ്ടേ മനുഷ്യന്. വിളിക്കാത്ത കല്യാണത്തിൽ ഉണ്ണാൻ പോകുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഇല്ലാത്ത ക്രെഡിറ്റ് ഏറ്റെടുക്കുക. പണ്ട് ഈ സൈനികരൊക്കെ സൈന്യം വിട്ട് വരുന്ന കഴിയുമ്പോൾ പാകിസ്ഥാന്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ വിരുമാറ് കാണിച്ചു നിന്നു, ഞാൻ 2 പേരെ കൊന്നു എന്നൊക്കെ തള്ളുന്നത് പോലെയുള്ള തള്ളൽ ആണ് സത്യത്തിൽ മുഹമ്മദ് റിയാസ് ചെയ്യുന്നത്.
അപ്പോൾ മുഖ്യമന്ത്രി മാറി നിന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ 9 വർഷമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 5ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഇവരുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാര്യം തീർച്ചയായിട്ടും ഒരു 3ാം പിണറായി സർക്കാർ കൂടി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, പ്രതിപക്ഷം അത്രയും ശോകമായിരിക്കുന്ന സ്ഥിതിക്ക്. അപ്പം അതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടനെ വരികയാണ്. തൊട്ടടുത്ത വർഷത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പുകളെ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന സമയത്ത് പിണറായി ഒരു കരുത്തനായ നേതാവ് എന്ന രീതിയിലും സെക്കൻഡ് പിണറായി ആരെന്ന ചോദ്യത്തിൽ അത് ഈ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസും കൂടി ആവുന്ന ഒരു സ്ഥലത്ത് MP രാജേഷിനെ പോലുള്ള സീനിയർ നേതാക്കളെ പാടെ അവഗണിക്കുന്ന രീതി സത്യത്തിൽ നമുക്കൊക്കെ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നേ പറയാം. MP രാജേഷിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഞാനെന്നും പറയാം. കാരണം അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും യോജിപ്പില്ലെങ്കിൽ പോലും അദ്ദേഹം ഇതിനകത്ത് ചിലവഴിച്ച സമയം, ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ പണം കൊണ്ട് മാത്രമല്ല, അവർ ഓരോ ഘട്ടങ്ങളിലും കോർപ്പറേഷൻ ആയാൽ പോലും ഈ ഒരു പങ്ക് വ്യക്തമാണ്. അതിനകത്ത് അവർ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് കോർപ്പറേഷനാണ്. അവർക്കൊരു പരിഗണന കിട്ടുന്നില്ല. മാത്രമല്ല പെട്ടെന്ന് ഒരാൾ സ്റ്റാർ ആക്കി എടുക്കുക, നമുക്കറിയാം അങ്ങനെ ഒരാളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ പക്വത അദ്ദേഹം കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, മീഡിയകളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മീഡിയ ഇറങ്ങി ചെയ്തതാണ്. മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ മറ്റൊരു പേരും കൂടെ നമ്മൾ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ. ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായി, ഈ റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്ത് ആരും കുറ്റപ്പെടുത്തുന്നില്ല. അപകടം ഇദ്ദേഹം വാതർന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും കഴിഞ്ഞ ദിവസം ഉദ്ഘാടന വേദിയിൽ ഒരിടത്തും സ്ഥാനമില്ല. അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ മന്ത്രിയായിരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു മന്ത്രി കൂടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. അപ്പം ആ രീതിയിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് വേറൊരു എനിക്ക് വിഷമകരമായിട്ട് കാര്യം, ഒരു 200 കോടി പ്രോജക്ട്, ഞാൻ കുറ്റപ്പെടുത്തുന്നതോ കളിയാക്കുന്നതല്ല, 200 കോടി രൂപയുടെ പ്രോജക്ട് സത്യം പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു വലിയ പ്രോജക്റ്റ് അല്ല. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ഞാൻ വീണ്ടും അതിനകത്ത് രാഷ്ട്രീയം പറയുന്നതല്ല, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മെട്രോ റെയിലിന്റെയും അല്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ പേരിലൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ പേരിലൊക്കെയാണ് ഫ്ലെക്സുകൾ വന്നിരുന്നത്, അത്രയും വലിയ പ്രോജക്റ്റുകളുടെ പേരിൽ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, സ്മാർട്ട് റോഡിന്റെ പേരിൽ പോലും ഒരു ക്രെഡിറ്റിന് വെക്കാൻ വേണ്ടി ചെറിയൊരു ഇത് നമ്മളൊരു ഇത് ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരാൾ. ഇതിൽ മാത്രമല്ല ഇതിപ്പോ 9ാമത്തെ വർഷത്തിലാണ് ഇതൊരു ചെയ്തതെന്നുള്ളതാണ് ശരി. ഇവരിവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട് 9 വർഷത്തിലധികം ആവാൻ പോകുന്നിടത്ത് ഇവർ ആദ്യത്തെ 1-2 വർഷത്തിനുള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യം തുടർഭരണം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്നതാണെന്ന് വേണമെങ്കിൽ നല്ല അങ്ങനെയാണ് പറയുന്നത്. മാത്രമല്ല സ്മാർട്ട് റോഡുകൾ വരുമ്പോൾ തന്നെ ഇപ്പോഴും പറയാം, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മുങ്ങുന്ന അവസ്ഥയാണ് തിരുവനന്തപുരം. നമുക്കറിയാം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തൊക്കെ മുങ്ങുന്ന അവസ്ഥയൊക്കെ വലിയ രീതിയിൽ വിവാദമായി. ഇവിടെ നമുക്കറിയാം ബിജു പ്രഭാകരനെ പോലുള്ളവർ കൊണ്ടുവന്ന ഓപ്പറേഷൻ അനന്ത പൂർണ്ണമായിട്ടും ഇതുവരെയും ഫുൾഫിൽ ആയിട്ടില്ല. അത് കാരണം ഒരുപാട് പരിഹാരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വെള്ളക്കെട്ടുകൾക്ക് പരിഹാരമുണ്ട്. എനിക്കൊന്ന് ചാല പോലുള്ള ഏരിയകളൊക്കെ വെള്ളം ഒരു മഴ പെയ്തതിൽ വെള്ളം കൊണ്ട് നിറയുന്ന വ്യാപാരികൾക്ക് കച്ചവടം നടത്താൻ പറ്റാത്ത അവസ്ഥയൊക്കെയായിരുന്നു. നമുക്ക് അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും അവരെ സഹായിക്കുന്നവരെ അവർ നോക്കാതെ ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ മുഹമ്മദ് റിയാസിനെ പോലുള്ളവരെ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അതിനുവേണ്ടി മാത്രം നോക്കൂ. അപ്പൊ ഫ്ലെക്സിന് വേണ്ടി ഖജനാവിൽ നിന്ന് മാറ്റി വെച്ച് ഇത്ര ലക്ഷം രൂപയായിരിക്കും ഈ ഫ്ലെക്സിന് വേണ്ടി മാത്രം. അതോ വലിയ കാര്യമാണ്. ഇതിനകത്ത് 200 കോടിയിൽ ഏതാണ്ട് ഒരു മിനിമം ഒരു 10 കോടി രൂപയെങ്കിലും അതിന്റെ പരസ്യങ്ങൾക്ക് മാത്രമായിട്ട് ചെലവാക്കിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട തലക്കെട്ടായി തന്നെ പരസ്യമായി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിണറായി സർക്കാർ ചെയ്തിരുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മളിതിന് ഇത് ആരുടെ ഐഡിയ ആണെന്ന് നോക്കി ചെന്ന് കഴിയുമ്പോൾ അത് പിണറായിയുടെ തന്നെയാണോ എന്ന് പോലും ചിന്തിക്കേണ്ടി വരും. നമ്മൾ അത്രയും കടന്ന് വാർത്തകൾ ശേഖരിക്കാത്തതുകൊണ്ടാണ്. ദിവസം തന്നെ ഈ ഒരു സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യ പിണറായി സർക്കാരിന്റെ കാര്യങ്ങൾ വരെ പറയേണ്ടി വന്നു. അതായത് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കി, കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ കേൾക്കുമ്പോൾ എന്താ അങ്ങനെ രീതിയിൽ. അപ്പൊ ഇവർക്ക് സത്യം പറഞ്ഞാൽ വികസന കാര്യങ്ങൾ പറയാനില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്തുകാർക്ക് മാത്രം, ഇവിടെ വീണ്ടും പറയുന്നതല്ല, തിരുവനന്തപുരത്തുകാർക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു വികസനമല്ല. നമ്മൾ കേരളം ഒട്ടാകെയുള്ള വികസനമാണ്. ഇപ്പൊ സ്മാർട്ട് റോഡുകൾ കേരളം മൊത്തം വ്യാപിപ്പിച്ചിട്ട് അതൊരു ഉദ്ഘാടനമാക്കിയെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാം. ഇപ്പൊ ഇത് ഒരു 1ാം ഘട്ടം മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ ഉദ്ഘാടനം ചെയ്ത് കാണിക്കുക, ഞങ്ങൾ എന്തോ ചെയ്തത് നല്ലതാണ്, പക്ഷെ നേരത്തെ ചെയ്യേണ്ടിയിരുന്നതാണ്, നമ്മൾ ഒരുപാട് ലേറ്റ് ആണ്. ഇതൊക്കെ മുംബൈയിലും ഡൽഹിയിലും പൂനെയിലും ഹൈദരാബാദിലും ഒക്കെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നടത്തിയിട്ടുള്ള പ്രോജക്ട്. മാത്രമല്ല മറ്റൊരു കാര്യം, ഇവിടെ തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും വലിയ പരാതികളൊന്നാണ് മെട്രോ. ഇത് എവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ടോ? ഇപ്പം എനിക്കൊന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ വീണ്ടും പറയുന്നു, ഒരു പക്ഷെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വരെ ഇപ്പോഴും അവിടെ DPA നടക്കുന്നു, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്തുകാർ ഒരുപാട് കാലം കൊണ്ട് ആവശ്യപ്പെടുന്നതാണ് മെട്രോ. കാരണം ഇപ്പോഴും ഇവിടെ നമുക്കറിയാം ഒരു തലസ്ഥാനത്തിന് ഇല്ലാത്ത ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ഒരു തലസ്ഥാനം എന്ന രീതിയിൽ ഇവിടെ ഇല്ല. ഇവിടെ അനിവാര്യമാണ്. എനിക്കൊന്ന് മെട്രോയുടെ മാനദണ്ഡം 10 ലക്ഷം
പേരെന്തോ ഒരു സർക്കിളിൽ വേണം എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴും ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ റോഡുകളിൽ ഇപ്പോഴും നമുക്കറിയാം, നേരത്തെ മനുഷ്യ പറഞ്ഞൊരു കാര്യം, കൊച്ചിയിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇവിടെ അത് അതിനേക്കാൾ ഭീകരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡുകളിൽ ട്രാഫിക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വല്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മെട്രോ എന്നത് ഇപ്പൊ സത്യം പറയാൻ ആഡംബരമല്ല, അനിവാര്യതയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഓരോ കാര്യങ്ങളും അതാണ് നമ്മൾ നടത്തേണ്ടത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തുകയും അതൊരു പ്രചരണായുധമാക്കുകയും ചെയ്യുമ്പോൾ ഒരു വിഷമം കൂടി എനിക്ക്. മാത്രമല്ല അതിനകത്ത് ഞാനും അപ്പനും സുഭദ്രയും മാത്രമുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പരാതിപ്പെടുന്ന സമയത്ത് പരിശോധിക്കാം എന്ന് പറഞ്ഞ് എനിക്കൊരു തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറയുന്ന പിണറായി വിജയനെയാണ് കാണുന്നത്. അതായത് മകന്റെയും മരുമകന്റെയും കാര്യം വരുമ്പോൾ അതിൽ അശക്തനാവുന്ന പൊളിറ്റിക്കൽ ലീഡറെയാണ് കാണുന്നത്. സത്യത്തിൽ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ മികച്ച പൊളിറ്റീഷ്യൻ ആയിരിക്കാം, പൊതുമരാമത്ത് വകുപ്പിൽ നിങ്ങൾ ടൂറിസം എന്ന ഏരിയയിലൊക്കെ നിങ്ങൾ മികച്ച രീതിയിൽ, എനിക്ക് അഭിപ്രായമൊന്നുമില്ല, എന്നാൽ പോലും അങ്ങനെ നിങ്ങൾ വിചാരിച്ചുകൊള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും കോർപ്പറേഷനെയൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി ഫ്ലെക്സുകൾ അടിച്ച് സ്വയം എലുഭ്യനാവരുത് എന്ന് മാത്രം പറയാനുള്ളൂ.